ആദ്യം എയർപോർട്ട് മോഷണം, ഇപ്പോൾ ഫയലും വാച്ചും. പാലാ നഗരസഭയിൽ മോഷണ വിവാദം തുടരുകയാണ്. എയർപോർട്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ അന്നത്തെ കൗൺസിലർ ബിനു പുളികണ്ടം ഇന്ന് ഫയൽ മോഷണ വിഷയത്തിൽ പരാതിക്കാരി ബിനുവിന്റെ മകളും ചെയർപേഴ്സണുമായ ദിയ പുളികണ്ടം. കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് ആണ് ഇന്ന് ആരോപണ വിധേയൻ. തന്നോടുള്ള ശത്രുതയാണ് വ്യാജ പരാതിക്ക് പിന്നിലെന്നാണ് ബിജുവിന്റെ വിശദീകരണം. മോഷണ വിവാദങ്ങൾ തുടർക്കഥയാകുന്നതോടെ പാലാ നഗരസഭയും എയറിലാണ്. ഒക്ടോബർ മാസത്തിലാണ് അന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ കൗൺസിലറായിരുന്ന ജോസ് ചീരാങ്കുഴി ഒരു ആരോപണം ഉന്നയിക്കുന്നു. തന്റെ 30,000-ഓളം രൂപ വില വരുന്ന എയർപോർട്ട് കാണാതായിരുന്നു. പാലാ നഗരസഭ ഹാളിൽ വെച്ച് ബിനു പുളികണ്ടം അത് മോഷ്ടിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അത് ബിനുവിന്റെ വീട്ടിൽ നിന്നാണ് താൻ കണ്ടത് എന്നുകൂടി അദ്ദേഹം പോലീസിൽ പരാതി നൽകുന്നു. വലിയ തോതിൽ അത് വിവാദമായി. അതിനേക്കാൾ അപ്പുറത്തേക്ക് നാണക്കേടായി. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. 3 വർഷത്തിനപ്പുറത്തേക്ക് വീണ്ടും സമാനമായ രീതിയിൽ ഒരു മോഷണ ആരോപണമാണ് പാലാ നഗരസഭയിൽ നിന്ന് കേട്ടത്. ഇന്ന് പരാതിക്കാരി അന്നത്തെ ബിനു പുളികണ്ടത്തിന്റെ മകളും നഗരസഭാ ചെയർപേഴ്സണും കൂടിയായിട്ടുള്ള ദിയ പുളികണ്ടം. പരാതി കൊടുത്തത് കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ബിജു മാത്യൂസിനെതിരെ. കഴിഞ്ഞ 8-ന് ബിജു മാത്യൂസ് തന്റെ ഓഫീസിലേക്ക് കയറി. ആ സമയത്ത് താനോ തന്റെ ഉദ്യോഗസ്ഥരോ ഇല്ലാത്ത സമയമായിരുന്നു. ആ സമയത്ത് ഓഫീസിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട ഒരു ഫയലും ഒപ്പം തന്നെ വാച്ചും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. മനഃപൂർവ്വം അത് മോഷ്ടിച്ചു കൊണ്ടുപോയി ബിജു എന്നാണ് ഡിവൈഎസ്പിക്ക് നടത്തിയ പരാതി ദിയ പറയുന്നത്. ഈ പരാതി വലിയ തോതിൽ വിവാദമാകുന്നുണ്ട്. അന്ന് പ്രതിപക്ഷത്തുള്ള ആൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ ഇത് ഭരണപക്ഷത്തുള്ള ഒരു കൗൺസിലർക്ക് നേരെയാണ് ഈ ചെയർപേഴ്സൺ തന്നെ പരാതി ഉന്നയിക്കുന്നത്. ആ തരത്തിൽ വലിയ വിവാദമായി. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധത്തിന് കൂടി കാര്യങ്ങളൊന്നും. ബിജു മാത്യു ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അന്ന് 2023 ആരോപണ വിധേയനായിട്ടുള്ള ആളെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലൊരു കൗണ്ടറാണ്. ആ തരത്തിൽ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് അദ്ദേഹം. താൻ മോഷണം നടത്തുന്നയാളല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ദിയ ആ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. തൻ്റെ വാച്ച് അത് നഷ്ടപ്പെട്ടു പോയി. അപ്പം തന്നെ ആ ഒരു ഫയൽ നഷ്ടപ്പെട്ടാൽ വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്നിട്ട് കൂടി അത് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു മോഷണമാണ് നടന്നത് എന്നുള്ളതാണ്. അങ്ങനെ നഗരസഭാ ഹാളിലും ഒപ്പം അപ്പുറത്തേക്കൊക്കെ വലിയ തോതിൽ ഇതൊരു വിവാദമാകുന്നുണ്ട്. ബിനു പുളികണ്ടത്തിനെതിരെ ഒരാഴ്ച മുമ്പ് നിലവിൽ ബിജു മാത്യു മറ്റൊരു പരാതി നൽകിയിരുന്നു. അന്ന് പാർലമെന്ററി പാർട്ടി യോഗം നടക്കുന്ന സമയത്ത് ബിനു തന്നെ മർദ്ദിച്ചെന്നുള്ള പരാതി. ആ പരാതിക്ക് കൗണ്ടർ പരാതിയാണ് നിലവിൽ ദിയ കൊടുത്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം കയർത്ത് തന്നെ സംസാരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ UDF-നുള്ളിൽ ഇതൊരു വിവാദമാകുന്നുണ്ട്. ഇത്തരത്തിൽ പാലാ നഗരസഭയിൽ മോഷണ പരമ്പര വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് വലിയ തോതിൽ നാണക്കേടുണ്ടാകുന്നുണ്ട്. എന്നാലും പോലീസിന്റെ കയ്യിലാണ് ഇപ്പോൾ നിലവിൽ ഈ പന്ത് എത്തിയിട്ടുള്ളത്. ആർക്കെതിരെ നടപടിയെടുക്കണം, എവിടെ നിന്ന് അന്വേഷണം തുടങ്ങുന്ന കാര്യത്തിൽ പോലീസിന് തന്നെ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. UDF നേതൃത്വം ഇടപെട്ട് ഈ പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെയൊന്നും ഇല്ല എന്നാണ്, അങ്ങനെ നീക്കം ഇല്ല എന്നാണ് പുളികണ്ടം സഹോദരങ്ങൾ പറയുന്നത്. ചെയർപേഴ്സന്റെ റൂമിൽ CCTV ഇല്ലാത്തത് ഈ ഒരു അന്വേഷണത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിവാദത്തിന് ഇത് ഇടയാക്കുന്നുമുണ്ട്. തുടർന്ന് അങ്ങോട്ടേക്ക് എന്താകും ഈ വിഷയത്തിലുള്ള ഒരു പുരോഗതി എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം.